നമസ്കാരം സാർ. ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഒരു വെല്ലുവിളിയുണ്ട്. നേമത്തെ അക്കൗണ്ട് പണ്ട് പൂട്ടിച്ചതുപോലെ ഞങ്ങൾ ഇപ്പോൾ കേരളത്തിലുള്ള ബിജെപിയുടെ അക്കൗണ്ടും പൂട്ടിക്കുമെന്ന്. ഈ വെല്ലുവിളിക്ക് പിന്നിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ അങ്ങനെ ബിജെപിയുടെ ഒരു അക്കൗണ്ട് പൂട്ടിക്കാൻ മാത്രം ശക്തരാണോ CPM? പഴയ അവസ്ഥയല്ല. ബ്രിട്ടാസിന് പിന്നെ എന്തും പറയാലോ. ഓസിന് പാർട്ടിക്കകത്ത് പണിയൊന്നും ചെയ്യാതെ കുഴലൂത്തുകാരനായിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് ബ്രിട്ടാസ്. എല്ലാവർക്കും മനസ്സിലാവും. CPM-നകത്ത് അതിനകത്ത് വലിയ അതൃപ്തിയുണ്ട്. പിന്നെ പിണറായി വിജയന്റെ നോമിനി ആയതുകൊണ്ട് അന്നാരും ഒന്നും പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. കുഴലൂത്ത് രാഷ്ട്രീയത്തിൽ കൂടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് വന്ന് ഇപ്പൊ രാജ്യസഭയിൽ MP ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ കുഴലൂത്തിന്റെ ഫലമായിട്ടാണ് പറയാൻ വയ്യെങ്കിൽ വീണ ജോർജ് ഇതിനകത്ത് വന്നു. അതിനകത്ത് അതെല്ലാവർക്കും പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പം ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ വീണയെ ആക്കിയപ്പോൾ 40 കൊല്ലം പണിഞ്ഞ ഞങ്ങൾ വെളിയിൽ വീണ അകത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു പത്മകുമാറിന്. അതിനകത്ത് പത്മകുമാർ പാർട്ടി നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ നിയമത്തെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് BJPക്ക് വന്നപ്പോൾ അത് പൂട്ടിക്കുമെന്ന് പറഞ്ഞ് UDF-ഉം LDF-ഉമായിട്ട് വന്ന് പരസ്പരം ധാരണയോടുകൂടി അവിടെ SDPA-ക്കാരന്റെ സഹായത്തോട് 10,000 വോട്ടോളം SDPA-ക്കാരൻ അവിടെ ചേർത്തത് ഒരുപക്ഷെ ശിവൻകുട്ടിക്ക് കൊടുത്ത് എന്ന BJP-ക്കാരനെ തോൽപ്പിച്ച ഒരവസ്ഥ ഇവിടെ ഉണ്ടായി. അതാണ് ഈ അക്കൗണ്ട് പൂട്ടിച്ച കഥ പറഞ്ഞത്. പക്ഷെ ആ കഥയല്ല ഈ പറയുന്ന പോലെ ഇന്ന് കേരളത്തിൽ ഉള്ളത്. അത് CPM-ന്റെ കഥയും കോൺഗ്രസിന്റെ കഥയും അതല്ല. പണ്ടത്തെ കൂട്ട് ഞാനും നീയും എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോയ ഒന്നെങ്കിൽ CPM അല്ലെങ്കിൽ കോൺഗ്രസ്, ഇവർ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്ന ഒരു സമയവും BJP-യുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് വളരെ താഴെ തട്ടിൽ നിൽക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു അന്ന് എനിക്ക് ഒന്ന് രാജഗോപാൽ ആയിരുന്നല്ലോ അവിടുത്തെ MLA. അദ്ദേഹം MLA ആയതുകൊണ്ട് BJP-ക്ക് തിരുവനന്തപുരത്തും മറ്റെല്ലായിടത്തും ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രവാഹം കൊണ്ട് മാത്രം ജയിക്കുന്ന ഒരവസ്ഥയാണ് അന്ന് അവിടെ വന്നത്. പിന്നെ അദ്ദേഹം അവിടെ പണിയൊന്നും ചെയ്തില്ല. BJP MLA ആയിട്ടിരുന്ന് വീട്ടിലിരുന്ന് BJP-യുടെ പണിയൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ BJP-ക്ക് അനുകൂലമായിട്ട് ഗുണമാകുന്ന കാര്യങ്ങൾ ചെയ്യാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെ തോൽപ്പിക്കുന്നതിന് എളുപ്പമായി. മാത്രവുമല്ല അവിടെ രണ്ടാമതൊരു BJP-കാരൻ ജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥ പുള്ളിക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര വലിയ നേതാവായാലും നമുക്ക് തോന്നുന്ന കാര്യമാണ്, പറഞ്ഞാൽ ശരിയോ തെറ്റോ അതിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അടുത്ത 2026 തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ കോൺഗ്രസിന്റെ കാര്യമായാലും CPM-ന്റെ കാര്യമായാലും ഓരോ പാർട്ടിയും നുള്ളിപ്പറക്കി എടുത്ത് വോട്ട് അതാത് സ്ഥാനാർത്ഥികളിൽ ചെയ്താൽ മാത്രമേ അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുള്ളൂ. പണ്ട് ഇവിടുത്തെ BJP-യുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഈ പറഞ്ഞ പോലെ മഞ്ചേരി പണിയുമായിരുന്നു. പണ്ട് മഞ്ചേരി പണിയെന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പൊ മഞ്ചേരി ഒരു സീറ്റ് പോയാലൊന്നും CPM-ന് കുഴപ്പമില്ല, ബാക്കി ആവശ്യം പോലെ സീറ്റുകൾ കിട്ടും. അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു സീറ്റിനകത്ത് വോട്ട് മറിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. പക്ഷെ അങ്ങനെയല്ല. അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരണമെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിക്കുമ്പോൾ BJP-യുടെ വളർച്ചയെ പറ്റി സൂക്ഷ്മമായിട്ട് പഠിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ BJP വളരെ കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് ഇപ്പൊ ഏറ്റവും അവസാനത്തെ നമ്മൾ കാണാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ വിഷയത്തോടു കൂടി UDF-ന് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ അപ്പാടെ BJP-ക്ക് അനുകൂലമായിട്ട് തീരുമാനവും എടുക്കുമോ എന്നുള്ള ആശങ്കയിലാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ നിരന്തരം ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു, ജബൽപൂരിൽ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ പലയിടത്തും ആക്രമിക്കുന്നു. ഇപ്പം മാധ്യമങ്ങൾ കൂടി അതിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമൊക്കെ നടന്ന ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രദേശത്ത് നടക്കുന്ന വിഷയങ്ങളെങ്കിൽ ബജരംഗ് ദൾ പോലെയുള്ളിടത്ത് BJP-ക്ക് യാതൊരു ബാധ്യതയുള്ളതല്ല. ആ പാർട്ടികളുടെയൊക്കെ ആക്രമണം BJP-യുടെ കെയർ ഓഫിൽ മാറ്റുകയാണ്. അതായത് മാധ്യമങ്ങൾ പറയുന്നു ഈ പറയുന്ന BJP വന്നാൽ നിങ്ങൾക്ക് നാളെ കാലത്തെ കുഴപ്പമുണ്ടാവും. കേരളത്തിൽ ഉറക്കെ പറയിക്കുന്നു. കാരണം BJP-ക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് അനുകൂലമായാൽ UDF-നെ ബാധിക്കും. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചപ്പോൾ കണ്ണൂർ ഉൾപ്പെടെ CPM-ന്റെ ഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എന്ത് വന്നാലും ഭൂകമ്പം ഉണ്ടായാലും ചലിക്കത്തില്ലെന്ന് പറയുന്ന പ്രദേശങ്ങൾ, പാർട്ടി ഗ്രാമങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെങ്ങും വ്യക്തമായ സ്വാധീനമില്ല എന്ന് പറയുന്ന BJP കാൻഡിഡേറ്റ്സിന്റെ വോട്ട് പരിശോധിക്കുമ്പോൾ വോട്ട് കൂടി. എങ്ങനെ വോട്ട് കൂടി? അതും ചില പ്രത്യേക സമുദായത്തിന്റെ ഭാഗത്ത് വോട്ട് പരിശോധിക്കുമ്പോൾ അവിടെ നിന്നാണ് വോട്ട് കൂടുതൽ ചോർച്ച ഉണ്ടാകുന്നത്. അതായത് ഈ എന്ത് വന്നാലും CPM-ന് മാത്രം വോട്ട് ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിപ്പത്തിൽ വോട്ട് കിട്ടുന്ന ഈഴവ ബെൽറ്റിന്റെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ BJP-ക്ക് വോട്ട് വർദ്ധിക്കുന്നു. അപ്പൊ രണ്ട് ഭാഗത്തും വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ടല്ലോ.
BJP-യുടെ 17% വോട്ടിംഗ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 17 അല്ല 20% വോട്ടിംഗ് വരുമ്പോൾ ഈ രണ്ട് ഭാഗത്തുനിന്ന് വോട്ടുകൾ ചോരുന്നു. ബ്രിട്ടാസൻ, നിങ്ങൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന BJP-ക്ക് വന്ന വോട്ടിനകത്ത് വോട്ട് പരിശോധിക്കുമ്പോൾ, സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പരിശോധിക്കുമ്പോൾ ഇപ്പൊ വന്നിട്ടുള്ള വോട്ട്, ഈഴവന്റെ വോട്ട് ചില മേഖലകളിൽ CPM-ന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ചില മേഖലയിൽ മുന്തിയ ഈഴ വോട്ട് 26% വരുന്ന വോട്ടിനകത്ത് ഈ മുന്തിയ ഈഴവര് മൊത്തം ഇപ്പൊ വോട്ടാർക്ക് ചെയ്യുന്നു. മുന്തിയ ഈഴവര് മൊത്തം വോട്ട് BJP ചെയ്യുന്നു, നായന്മാർ ചെയ്യുന്നു, ഇനി ക്രിസ്ത്യാനി ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നഷ്ടം UDF-നാണെങ്കിൽ നാളെ കാലത്തെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആറ്റിങ്കലിൽ അല്ലെ കണ്ണൂർ പല പ്രദേശങ്ങളിൽ അവിടെ എവിടെയും പരിശോധിക്കുമ്പോൾ BJP-ക്ക് വോട്ട് വർദ്ധിക്കുന്നതിന് കാരണം അവിടെ നിൽക്കുന്ന ഈഴവർ വോട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വോട്ട് കൂടണമെങ്കിൽ ഈഴവരുടെ വോട്ട് മാറുമ്പോൾ നിങ്ങളുടെ വോട്ടാണ് അവിടെ കുറയുന്നത്. അപ്പൊ ഇനിയും BJP-ക്ക് വളർച്ചയുണ്ടായാൽ കഴിഞ്ഞ ഇന്ത്യ ടുഡേയുടെ സർവേ അനുസരിച്ച് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ലോകസഭയിലൊക്കെ ഒരു മത്സരം ഇപ്പം നടത്തിയാൽ ഇപ്പമുള്ള 20-ന്റെ കൂടെ 7% വോട്ടും കൂടി BJP കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ വന്നാൽ BJPയുടെ വോട്ട് പിടിച്ചാൽ പിന്നെ മറിച്ചു കൊടുത്തും അക്കൗണ്ട് പൂട്ടിക്കാൻ നോക്കത്തില്ല. സ്വന്തം അക്കൗണ്ട് നിലനിർത്തി പോകുന്നതിന് വേണ്ടി മാജി അല്ലെങ്കിൽ മരണപ്പണി എടുക്കേണ്ട രീതിയിലേക്കാ പോകുന്നത്. അതുകൊണ്ട് പഴയ കളി അങ്ങ് വെച്ചേരെ. ഞാനല്ലെങ്കിൽ നീ, UDF അല്ലെങ്കിൽ LDF. അതുകൊണ്ട് ബ്രിട്ടാസ് ഇപ്പോഴത്തെ കളത്തിലെ രാഷ്ട്രീയം ത്രികോണ മത്സരത്തിലേക്ക് വരികയാണ്. ഓരോരുത്തരും അവരുടെ വോട്ട്, നിങ്ങളുടെ വോട്ട് പള്ളക്ക് വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കോഴി കുഞ്ഞിനെ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ചില്ലെങ്കിൽ ആ വോട്ട് പോകാൻ പോകുന്നത് BJPക്കാണ്. അതുപോലെ UDF-കാരൻ അവന്റെ വോട്ട് വേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ ആ വോട്ടും പോകാൻ പോകുന്നത് BJPക്കാണ്. അപ്പം പൂട്ടിയിലൊന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് മത്സരിക്കാവോ സുരേഷ് ഗോപിക്കെതിരെ? ബ്രിട്ടാസ്, നിങ്ങളിപ്പോ ഓസിന് രാജ്യസഭയിൽ പോയി MP ആയിട്ടിരിക്കുന്ന മത്സരം ഒന്നും നടത്തിയിട്ടില്ല, ആരുടെ പോയിട്ടില്ല. പിണറായി വിജയന്റെ മുമ്പിൽ പോയി 4 സലാം സാറേ എന്ന് കുറെ നാളും വിളിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ചുണയുണ്ടോ? നിങ്ങളുടെ ബ്രിട്ടാസിന്റെ ആൾക്കാർ വളരെ കൂടുതലുള്ള, അല്ല ഞാൻ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അതുപോലെ ഈ A ക്ലാസ് മണ്ഡലം ഒന്നും അല്ലായിരുന്നില്ല. അദ്ദേഹം അവിടെ ചെന്ന് മത്സരിച്ച് അവിടുത്തെ ആൾക്കാരുടെ ആനുകൂല്യം പിടിച്ചുപറ്റി, മുസ്ലിമിന്റെയും ക്രിസ്ത്യാനികളുടെയും മറ്റുള്ളവരുടെ എല്ലാ ആനുകൂല്യം പിടിച്ചുപറ്റി അവിടെ ജയിച്ചാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പാർട്ടി എടുത്ത് പറയണം, ഞാൻ മത്സരിച്ചോളാം. CPI എടുത്ത് പറയാം, ഒരു പ്രാവശ്യം നിങ്ങൾ ഈ സീറ്റ് എനിക്ക് മത്സരിക്കാൻ വേണ്ടി തരിക എന്ന് CPI എടുത്ത് പറഞ്ഞു. അല്ലെങ്കിൽ CPI എടുത്തും CPM-ന്റെ അടുത്തോട് ഉഭയകക്ഷി ചർച്ച നടത്തി ബ്രിട്ടാസ് ഈ BJP-യുടെ ഒരു അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, അയാളെ കൊണ്ട് ഇതിന് സാധിക്കുമെന്നാണ് പറയുന്നത്, നമ്മൾക്കൊന്ന് പരീക്ഷിച്ചാലോ എന്ന് പറഞ്ഞ് ആ ഇത് മേടിച്ച് നിങ്ങൾക്ക് മത്സരിക്കാമോ? സുരേഷ് ഗോപി മേടിച്ചാ മത്സരിച്ച് തൃശ്ശൂര് ഞാൻ മത്സരിച്ചോളാം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞില്ലായിരുന്നു ബ്രിട്ടാസ് തിരുവനന്തപുരത്ത് മത്സരിച്ചോളാം. ഏറ്റവും കൂടുതൽ സാധ്യത ഇന്നുള്ളത് തിരുവനന്തപുരത്താണ്. എന്നാൽ അയാൾക്ക് പറഞ്ഞാൽ മതിയല്ല, ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നാലും തിരുവനന്തപുരത്ത് നിന്നാലും പത്തനംതിട്ട നിന്നാലും ഈ കേരളത്തിൽ എവിടെ നിന്നാലും അദ്ദേഹത്തിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുസരിച്ച് അദ്ദേഹത്തെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റും. അതായത് സ്ഥാനാർത്ഥി എന്നുള്ള ഇതിൽ പ്രത്യേകതയൊന്നുമില്ല. അന്ന് അയാൾ മത്സരിച്ചത് തൃശ്ശൂരല്ലേ ബ്രിട്ടാസേ? തൃശ്ശൂർ അദ്ദേഹം പോയി ചോദിച്ച് മത്സരിച്ചല്ലേ? തോറ്റുപോയപ്പോൾ അവിടെ നിന്ന് അയാൾ ജയിച്ചു വന്നതല്ലേ? ജനത്തിന് അയാളെ മനസ്സിലായിട്ടുള്ളത്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് രാജ്യസഭയിൽ നിന്ന് രാജിവെച്ചിട്ട് അടുത്ത വെള്ളയൊന്നും വേണ്ട, ഇപ്പോഴേ അങ്ങ് പണി തുടങ്ങണം. 2029 ഞാൻ മത്സരിച്ചോളാം, മത്സരിക്കാൻ തരണ്ട. പിന്നെ നിങ്ങൾ എവിടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞത്? നിങ്ങൾ കുറെ ആവേശം കൊള്ളുന്നുണ്ടല്ലോ. നിങ്ങളുടെ ആവേശം നിങ്ങൾ മാധ്യമപ്രവർത്തനം നടത്തിയപ്പോഴും ആവശ്യമില്ലാതെ പല ആവേശങ്ങളും കൊണ്ട് ആവശ്യമില്ലാതെ ഇത്ത രീതിയിലൊക്കെ വിമർശന വിധേയമായിട്ടുള്ള. അപ്പം നിങ്ങളുടെ കഥ പറയിക്കാൻ നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങളുടെ കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് CPM-നകത്ത് നിൽക്കത്തക്കോണമുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യമുള്ള ഒരു മാധ്യമപ്രവർത്തനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് CPM-നെ കൃത്യമായിട്ട് അറിയാം. നിങ്ങളെ കൂടുതൽ അങ്ങോട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾ CPM-നകത്ത് CPM-ന്റെ അടിസ്ഥാന തത്വം അനുസരിച്ച് ഒരിക്കലും CPM-നകത്ത് നിൽക്കാൻ കൊള്ളില്ലാത്ത ഒരാളെ പരിശോധിക്കുമ്പോൾ ആദ്യം വരെ നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ ബൂർഷേ അവർ ഈ സാധാരണ താഴെത്തട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ചുമ്മാതെ ചൊറിയാൻ നിൽക്കൽ. സുരേഷ് ഗോപി എടുത്ത് ചൊറിഞ്ഞാൽ സുരേഷ് ഗോപി കയറി മാന്തും. പുള്ളിയുടെ ശീലമാണ് ആരുടെയും ആനുകൂല്യത്തിന്റെ അല്ലെങ്കിൽ ആരുടെയും കെയർ ഓഫിന്റെ ആരുടെയും ഈ ഇതിന്റെ ഒന്നും രീതിയിൽ വന്നതല്ല. അദ്ദേഹത്തിന് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് മോദി. അതിനപ്പുറം ആ ആനുകൂല്യത്തിന് മോദി ആഗ്രഹിച്ചതുപോലെ ജനത്തിന്റെ ഇടയ്ക്കിറങ്ങി ജനത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ച് തെളിയിച്ച് കാണിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന് ബലമായിട്ട് സീറ്റ് കൊടുത്തോടെ ചോദിച്ച് ബലമായിട്ട് മന്ത്രിയാക്കിയിട്ടുണ്ട്.
അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയക്കാർക്കുള്ള കപടമുഖമില്ലാതെ സാധാരണക്കാരന്റെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ വന്നപ്പോൾ മാറി നിൽക്കാൻ പറയുന്നത്. ബ്രിട്ടാസെ, നിങ്ങൾ വന്നാലും മാറി നിൽക്കാൻ പറയും. മാധ്യമം വളർത്തിയ നേതാവല്ല സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ മാധ്യമം ഇന്നും ഇതുവരെയും ഇന്നലെയും ഇത്രയും കാലം പരിശോധിക്കുമ്പോൾ അയാളെ ഉപദ്രവിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മാധ്യമത്തിന്റെ അജണ്ട ഏതവനെയും വെല്ലുവിളിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാറി നിൽക്കാൻ പറ്റുന്നത്, നിങ്ങളൊക്കെ ഭയക്കുന്ന മാധ്യമങ്ങളെ ഉൾപ്പെടെ നിങ്ങൾ ഭയപ്പെടുത്തുന്നു പലരെയും ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷെ എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല? അതിനകത്ത് ഒരാളുടെ പേരൂടെ പറയാം, നിങ്ങൾക്ക് ഒരു സുഖം വരാൻ വേണ്ടി. പിണറായി വിജയൻ മാധ്യമത്തിന്റെ കയറി വന്നതല്ല. അദ്ദേഹം ഇപ്പോഴും മാധ്യമത്തിന്റെ അടുത്ത് പറയും, ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ മാറി നിൽക്കാൻ പറയും. അപ്പൊ ആ കാറ്റഗറിയിലൊക്കെയാണ് സുരേഷ് ഗോപിയും പിണറായി വിജയനും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ഒക്കെ പറയുന്നത്. ആനുകൂല്യം കൊണ്ട്, മാധ്യമത്തിന്റെ ആനുകൂല്യം കൊണ്ട് വന്നതല്ല, അവരുടെ പണി കൊള്ളാവുന്നതുകൊണ്ട് നല്ലപോലെ പണി ചെയ്യുമ്പോൾ അർപ്പണ മനോഭാവത്തോടുകൂടി ആ പണി ഏറ്റെടുക്കുന്നതുകൊണ്ട് അത് വിജയിക്കുന്നു, അതിന് അംഗീകാരം കിട്ടുന്നു. അതിന്റെ കെയർ ഓഫിൽ വന്നാണ്. ചുണയുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം സീറ്റ് മേടിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ സുരേഷ് ഗോപി, കാണിച്ചു തരാമെന്ന്. അയാൾ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ അക്കൗണ്ട് നിങ്ങൾ ഇറങ്ങി ഒന്ന് പൂട്ടിപ്പിച്ചുകൂടെ, ഞങ്ങളൊന്ന് കാണട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.